പി ജെ ജോസഫിന്റെ ലോക്സഭാ സീറ്റ് മോഹത്തിന്റെ ഭാവി എന്ത്? നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജോസഫ് വാഴക്കൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവ്, ശ്രീ കെ ജെ ദേവസ്യ, കേരള കോൺഗ്രസ് എം, ഒപ്പം ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ കെ ജെ ദേവസ്യ, നോക്കൂ, ഇന്നിപ്പോ പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നു ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. നിങ്ങളുടെ പാർട്ടിയുടെ രണ്ടാമനായ ഏറ്റവും സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം തുറന്ന് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെയാളെന്ന് പറയുന്നത് കെ എം മാണിയാണ്. മാണി ഇപ്പോൾ തന്നെ പാലായിലെ MLA-യുമാണ്. സ്വാഭാവികമായും ആ പാർട്ടിയിൽ അങ്ങനെ ഒരു ആഗ്രഹം പി ജെ ജോസഫ് പ്രകടിപ്പിച്ചതോടെ മത്സരിക്കാനുള്ള ഒരു സീറ്റിൽ ആദ്യത്തെ പരിഗണന ജോസഫിന് തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ജോസഫ് സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കട്ടെ. മാണി സാറ് പാലായിൽ MLA ആണ്. പി ജെ ജോസഫ് സാറ് തൊടുപുഴ MLA ആണ്. സ്വാഭാവികമായിട്ടും ജോസഫ് സാറ് പറഞ്ഞതിനെ മാധ്യമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തൽപര കക്ഷികളായിരിക്കാം മറ്റൊരു രൂപത്തിൽ പറയുന്നത് കൊണ്ട് വരുന്നതാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നേ പറഞ്ഞു. അതായത് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി ആ നിലയിലൊരു തീരുമാനമെടുക്കുകയും പി ജെ ജോസഫ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരാംശം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ രണ്ടാം സീറ്റിന് വേണ്ടി ഏറ്റവും കർക്കശ സ്വഭാവമുള്ള നിലപാടെടുത്തിരിക്കുന്നത് പി ജെ ജോസഫാണ്. ഒപ്പം അദ്ദേഹം പറയുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്നും. ആ ആഗ്രഹത്തെ നിങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ ആഗ്രഹം എന്ന നിലയ്ക്ക് ആ നിലയിൽ പരിഗണിക്കാൻ ഒന്നാമത്തെ ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ, അത് നിറവേറ്റുമോ? അതായത് മാണി സാറും പി ജെ ജോസഫ് സാറും ഒക്കെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി ഉണ്ടല്ലോ, അവർ കൂടി തീരുമാനിക്കുന്നതാണല്ലോ ഞങ്ങളുടെ പാർട്ടി. അവരെ ഞങ്ങൾ ചോദ്യം ചെയ്യാറില്ല, അത്രമാത്രം പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അപ്പോൾ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ ഒരിക്കലും അദ്ദേഹം നേരിട്ട് പോയി അങ്ങോട്ട് മത്സരിക്കുമെന്ന് പറഞ്ഞില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെ മറ്റൊരു രൂപത്തിൽ അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല. താങ്കൾ പറയുന്ന ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന പി ജെ ജോസഫിന് സവിശേഷമായ പ്രയോറിറ്റി ഉണ്ട് എന്ന്. ഇപ്പൊ 2 സീറ്റ് എന്ന ആവശ്യം മുന്നണിക്ക് മുൻപാകെ വെച്ചിരിക്കുകയാണ് നിങ്ങൾ. തുലവും കുറവാണ്, നിങ്ങൾക്കത് അനുവദിച്ച് കിട്ടാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു സീറ്റിൽ മാത്രമേ മത്സരിക്കാൻ കഴിയുമെങ്കിലും ഈ പ്രയോറിറ്റിയിൽ പി ജെ ജോസഫ് മുൻപിലാണെന്നാണ് താങ്കൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ 2 സീറ്റ് UDF-നോട് ആവശ്യപ്പെട്ടതാണ്, ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. ലഭിക്കാത്തതുകൊണ്ടാണ് അന്ന് ആ നിലയിൽ നടക്കാത്തത്. അല്ല, അന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എടുത്ത സമീപനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ടാമത്തെ സീറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരേ ഒരു സീറ്റ് മതി എന്നാണ് നിങ്ങളുടെ പാർട്ടി പ്രമുഖൻ അന്ന് മുന്നണി നേതൃത്വം പറഞ്ഞിട്ടില്ല. അത് തെറ്റായ നിഗമനമാണ്, തെറ്റായ ഒരു വിലയിരുത്തലാണത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ധാരാളം ആളുകൾ, മത്സരത്തിന് യോഗ്യമായ ആളുകൾ തന്നെയുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നത്തെ സാഹചര്യം ഇന്നത്തെക്കാൾ കൂടുതൽ വിഭിന്നമായിരുന്നുവല്ലോ സി കെ ജെ ദേവസ്യ. അന്ന് നിങ്ങൾക്ക് കൂടുതൽ MLA-മാരുണ്ടായിരുന്നു. മുന്നണിയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ബാലൻസിംഗ് പ്രശ്നത്തിൽ നിൽക്കുന്ന ചെറിയ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന സാഹചര്യം. നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മർദ്ദ ശക്തിയാകാൻ കഴിയുമായിരുന്ന അന്ന് ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത സീറ്റ് നിങ്ങൾ ഇന്ന് ചോദിച്ചു വാങ്ങുമെന്നാണോ? ഇല്ല, അപ്പോൾ അത് കിട്ടില്ല എന്നാണ്. അല്ല, അന്ന് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു, ഇന്ന് കോൺഗ്രസ് ഭരണത്തിലല്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വാദഗതിക്കും പ്രസക്തിയുണ്ട്. അന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമാണ് ആ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ന് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ ഡിമാൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ചോദിക്കുന്നത്, അന്ന് നിങ്ങളുടെ പിന്തുണ സംസ്ഥാനത്ത് സർക്കാർ നിലനിർത്താൻ അനിവാര്യമായിരുന്ന ഒരു ഘട്ടത്തിൽ, നിങ്ങൾ 9 MLA-മാർ ഉൾപ്പെടെയുള്ള ഒരു ശക്തിയുള്ള പാർട്ടിയായിരുന്ന ഘട്ടത്തിൽ, നിങ്ങൾക്ക് വിലപേശൽ ശക്തി ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ചോദിച്ചു വാങ്ങാത്ത രണ്ടാമത്തെ സീറ്റ് ഇപ്പോൾ നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞാൽ വിചാരിക്കാൻ അതൊക്കെ അവർ തരാനും പോകുന്നില്ല, നിങ്ങളോട്ട് ആ സമ്മർദ്ദം ഉപയോഗിക്കാനും പോകുന്നില്ല. അതിലൊരു കമ്പാരിസന്റെ ആവശ്യമില്ല. അന്നത്തെ ചുറ്റുപാടിൽ ഭൂരിപക്ഷം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഒരു വിലപേശി മേടിക്കാനുള്ള ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ്. അന്നത്തെ ആ കാലഘട്ടത്തെ സാഹചര്യത്തിനനുസരിച്ചാണ്. ഇന്നതല്ല പ്രശ്നം. ഇന്ന് 2 സീറ്റ് വേണമെന്ന് മുന്നണിയുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വാദഗതിക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 2 സീറ്റ് ആഗ്രഹിക്കുന്നു. അത് മുന്നണി നേതൃത്വത്തിൻ്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി കൂടി ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനിക്കുമ്പോൾ
പി ജെ ജോസഫും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ശ്രീ പി ജെ ജോസഫ് ആയിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ശരി, ഞാൻ വരാം. ഫ്രാൻസിസ് ജോർജ് ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ അന്നൊരു വിലപേശലിന് ഞങ്ങൾ തയ്യാറായില്ല എന്ന്. വിലപേശലിനും രണ്ടാമത്തെ സീറ്റിന് വേണ്ടി അധിക സമ്മർദ്ദത്തിനോ വിലപേശലിനോ ഒന്നും തയ്യാറാകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശമാണ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പി ജെ ജോസഫ് ഇവിടെ മത്സരിക്കാനുള്ള ആഗ്രഹം കടത്തി പറയുന്നു. ഇപ്പോൾ രണ്ടാം സീറ്റിന് വേണ്ടി അദ്ദേഹമാണ് ഒരു ഫ്രണ്ട് റണ്ണറായി മുൻപിൽ ഓടുന്നത്. എങ്ങനെ കാണുന്നു ആ പാർട്ടിക്കകത്ത് ജോസഫിന്റെ ഒരു പടയോട്ടത്തിന്റെ വിജയസാധ്യതയെ താങ്കൾ? അല്ല, ശ്രീ കെ ജെ ദേവസ്യ അദ്ദേഹം ചില കാര്യങ്ങൾ മറന്നുപോയിട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. 2014 സംഭവിച്ച കാര്യം അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. അന്ന് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി എടുത്ത നിലപാട് 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ക്ലിപ്പിംഗ് ഇപ്പോൾ നിഷാദിൻ്റെ കയ്യിലുണ്ടാകുമല്ലോ. പാർട്ടിയുടെ അന്നത്തെ വൈസ് ചെയർമാൻ ശ്രീ പി സി ജോർജാണ് ആവർത്തിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ തുടങ്ങി സീറ്റ് കാര്യങ്ങളുടെ ചർച്ചകളിലേക്ക് വന്നപ്പോൾ മുതൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഞങ്ങൾക്ക് രണ്ടാമതൊരു സീറ്റ് വേണ്ട, ഞങ്ങൾക്കൊരു സീറ്റ് മതി എന്ന് ലോകത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും പറയാത്ത പ്രസ്താവന അന്ന് നടത്തിയത് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞു. അത് ശ്രീ കെ എം മാണിയെ, പാർട്ടി ചെയർമാൻ ശ്രീ കെ എം മാണി എന്നോട് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ ശ്രീ പി ജെ ജോസഫിനെ അതിൽ നിന്ന് അല്പം വേറിട്ട് കാണേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള ആ നേതൃത്വം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ആരാണ് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം 2 സീറ്റ് ആവശ്യമില്ല, 1 സീറ്റ് മാത്രം മതി. അവർക്കോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്കോ മത്സരിക്കാനുള്ള ഒരേ ഒരു സീറ്റ് അത് മാത്രം മതി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ പിന്നിലുള്ള ഒരു ചിന്താഗതി എന്താണ് എന്നൊക്കെ ഇന്ന് നാട്ടിലെല്ലാവർക്കും നല്ല വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിലപാടെടുത്ത് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ഈ 2 സീറ്റ് എന്നൊക്കെ പറയുന്നത് അവർ വെറുതെ ഒരു എന്താ പറയുക, വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ പി ജെ ജോസഫ് ഈ പ്രാവശ്യം വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് 2 സീറ്റ് വേണം, അതിൽ രണ്ടാമതൊരു സീറ്റ് കിട്ടിയാൽ തനിക്ക് തന്നെ മത്സരിക്കണമെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതല്ല 1 സീറ്റ് മാത്രമാണ് എങ്കിലും തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ശ്രീ ദേവസ്യ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഞങ്ങളിങ്ങനെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ തെറ്റു പറയില്ല. പക്ഷേ കാര്യങ്ങൾ അറിയാവുന്നവർ, ദീർഘകാലം ആ പാർട്ടിയുമായി അല്ലെങ്കിൽ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർക്കും പൊതുവിൽ രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർക്കും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം ഈ കാര്യത്തിൽ ശ്രീ കെ എം മാണിയുടെയും അതുപോലെ തന്നെ ശ്രീ ജോസ് കെ മാണിയുടെയും നിലപാട് എന്താണ്, ശ്രീ പി ജെ ജോസഫിൻ്റെ നിലപാട് എന്താണ്. ഫ്രാൻസിസ് ജോർജ്, ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞുവല്ലോ കഴിഞ്ഞ തവണയും രണ്ടാമതൊരു സീറ്റ് വാങ്ങാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ അത് ഉപയോഗപ്പെടുത്താതിരിക്കുകയും ഞങ്ങൾക്കൊന്നു മാത്രം മതി എന്ന ഖണ്ഡിതമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുവെന്ന്. അപ്പോൾ അധികമായി കിട്ടുന്ന ഒരു സീറ്റ് ഒരു പാർട്ടി വേണ്ട എന്ന് വെക്കണമെങ്കിൽ അത്രമേൽ വലിയ ആഭ്യന്തര കാരണങ്ങൾ അതിനകത്തുണ്ടാകുമല്ലോ. താങ്കൾക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒന്ന് അത് ഒഴിവാക്കാൻ കെ എം മാണിയെ പ്രേരിപ്പിച്ച കാരണം എന്തെന്ന് വിചാരിക്കുന്നു താങ്കൾ? അങ്ങനെയെങ്കിൽ അത് ഇത്തവണ ആവർത്തിക്കുമല്ലോ. തീർച്ചയായിട്ടും ഈ തവണയും അത് തന്നെ ആവർത്തിച്ചിരിക്കും. കാരണം വേറൊന്നുമല്ല, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് വേണ്ട, അപ്പോൾ സീറ്റേ വേണ്ട എന്നുള്ളതാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ നേതൃത്വം കാണേണ്ടത് എന്താണ്, സീറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കാണ്. ഏത് വ്യക്തി മത്സരിക്കുമെന്നൊക്കെ ഉള്ളത് പിന്നീട് കാണേണ്ട കാര്യങ്ങളാണ്. അതല്ല ഒരാൾ തന്നെ സ്ഥിരമായിട്ടിരിക്കുമെന്നൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കേണ്ടതായിട്ടില്ല. പാർട്ടിക്കൊരു സീറ്റ് ലഭിക്കാൻ അവസരമുള്ളപ്പോൾ അത് പിന്നീട് എത്രയോ പേർക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ എത്രയോ പേർക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നതായ ഒരു സാഹചര്യമാണത്. അതുപോലും പാടെ ഇല്ലാതാക്കി അങ്ങേയറ്റം നിരുത്തരവാദപരം എന്ന് മാത്രമേ ഞാനിതിനെ വിശേഷിപ്പിക്കൂ. അങ്ങനൊരു നിലപാട് സ്വീകരിച്ച ആ നേതൃത്വത്തിൽ നിന്ന് ഈ പ്രാവശ്യം മറിച്ചെന്തെങ്കിലും നിലപാടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതല്ലെങ്കിൽ പിന്നെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉറച്ച ഒരു നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു നിലപാട് സ്വീകരിച്ച് എന്തെങ്കിലും നഷ്ടം സഹിക്കേണ്ട കാര്യം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം കാര്യങ്ങൾ എവിടെ ചെന്ന് എത്തി നിൽക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പം ഞാൻ പ്രവചിക്കുന്നില്ല. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഫ്രാൻസിസ് ജോർജ്, മുൻകാലത്തിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ ജോസഫ് സാർ കുറച്ചുകൂടി കാർക്കശ്യ സ്വഭാവമുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് മാണിക്കിത് വേഗത്തിൽ ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രശ്നമായി ഇപ്പോൾ താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? അതോ ഇനിയിപ്പോൾ ജോസഫ് ഒരു ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിനെ മറികടക്കാൻ ലീഡർ തന്നെ കോട്ടയത്ത് മത്സരിക്കുക എന്നതിലേക്കൊക്കെ മാണി കടത്തി ചിന്തിക്കും എന്ന് വിചാരിക്കുന്നോ? അതേക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്താണെങ്കിലും ജോസഫ് സാർ ഇപ്പോൾ വളരെ കടുത്ത കർശനമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു.
2014 സ്ഥിതി എന്തായിരുന്നു? ഇടുക്കി സീറ്റാണ് അന്ന് സ്വാഭാവികമായ ഒരു ആവശ്യം മുന്നോട്ട് വന്നത്. അപ്പോൾ പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റാണ് എന്ന് പറഞ്ഞു. സിറ്റിംഗ് MPയെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി സിറ്റിംഗ് MPയെ മാറ്റി. അന്നേരവും കേരള കോൺഗ്രസ് ചോദിക്കുന്നില്ല. അത് കഴിഞ്ഞ് കൊല്ലം സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, അത് തലേ ദിവസം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന RSP ആ മുന്നണി വിട്ട് വന്നപ്പോൾ സിറ്റിംഗ് സീറ്റും മാറ്റി, സിറ്റിംഗ് MPയെയും മാറ്റി, സിറ്റിംഗ് സീറ്റ് RSPക്ക് കൊടുക്കുന്നു. ഇവിടെ കേരള കോൺഗ്രസിൻ്റെ 9 MLAമാരുടെ പിന്തുണയിൽ മാത്രമാണ് അന്ന് ആ ഗവൺമെൻറ് നിന്നിരുന്നത്. സീറ്റ് ചോദിച്ചാൽ ലഭിക്കില്ലായിരുന്നു. ചോദിക്കാനുള്ള എന്നെ ന്യായമുണ്ടായിരുന്നല്ലോ. പക്ഷേ ചോദിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ഞാനതേക്കുറിച്ച് പരാതിയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഒരു പാർട്ടിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമായിട്ടുള്ളൊരു നിലപാടല്ല. അതല്ല, അത് ആവർത്തിക്കാൻ പോകുന്നുവെന്നാണ് താങ്കൾ ആ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ ഇവിടെ ഇന്നിപ്പോൾ ഇതിനോട് പ്രതികരിച്ച, നാളെ ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ ഇന്നിപ്പോൾ പ്രതികരിച്ച കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ആരെങ്കിലും ഒരു പോസിറ്റീവായി പ്രതികരിച്ചില്ല എന്നതാണ്. കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നു UDF കൺവീനർ രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പും ഉണ്ടാവാൻ പോകുന്നില്ല, ആ പാർട്ടിയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ്. അതായത് 2ാം സീറ്റ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അവരക്കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കിക്കോട്ടെ, ഞങ്ങൾക്കിടപെട്ടൊന്നും ചെയ്യാനില്ല എന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്. അതായത് 2ാം സീറ്റ് മോഹം ഒരു അതിമോഹമാണ് എന്ന സന്ദേശമാണോ കോൺഗ്രസ് നൽകുന്നത്? അതിമോഹമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നാളെ UDFന്റെ ഉഭയകക്ഷി ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആരും UDF വിട്ട് ആരും പുറത്തു പോവില്ല. UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും എടുത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ UDFുമായി ഒരു ശണ്ട കൂടാൻ അവർ ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നേതാക്കളാണ്. ശ്രീ KM മാണി ആണെങ്കിലും ശ്രീ PJ ജോസഫ് ആണെങ്കിലും അതവർക്കൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. പക്ഷെ ചർച്ച നടക്കുന്നിടം വരെ 2ാമതൊരു സീറ്റിന് വേണ്ടിയൊക്കെ ഡിമാൻഡുകൾ വരും, സ്വാഭാവികമാണ്. പാർട്ടിക്കകത്ത് മറ്റും എന്തെങ്കിലും അറിയില്ല, അവർ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയമായ കരുനീക്കങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അതിനു വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി എന്നിരിക്കാം. UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരിക്കലും ഒരു ഭീഷണിയാവില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയാം. അല്ല, രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ അറിയാവുന്നവരാണ് അവർ. അതിനുവേണ്ടി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനകത്തെ ചില ആഭ്യന്തര നീക്കങ്ങളുടെ ഉപകരണങ്ങളാണിത് എന്ന നിലക്ക് മാത്രം ലഘുവായ നിങ്ങൾ കാണുന്നുള്ളൂ. അല്ലാതെ ഇത് നിങ്ങളുടെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വലിയ തലവേദനയാകാൻ പോകുന്നില്ല. അതിനകത്തുണ്ടാകുന്ന സംഘർഷങ്ങളുടെ ഉപോൽപ്പന്നം എന്ന നിലക്ക് മാത്രമാണോ നിങ്ങൾ ഈ 2ാം സീറ്റ് ആവശ്യത്തെ കാണുന്നത്? അങ്ങനെയല്ല. UDFിലെ കക്ഷികളിൽ കെട്ടുറപ്പ് പിന്നെ കക്ഷിയെ UDFനെ തന്നെ ബാധിക്കും. അത് ഏത് മുന്നണിയാണെങ്കിലും ആ മുന്നണിക്കകത്തെ രാഷ്ട്രീയ കക്ഷികൾക്കകത്തുള്ള കെട്ടുറപ്പ് തീർച്ചയായിട്ടും ഭദ്രമായിരിക്കണമെന്ന് തന്നെയാണ് ആ പാർട്ടിയിലെ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി പോകണം, അത് ഭദ്രമായിരിക്കണം, ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടണം, UDFന് ശക്തി പകരണം. ഇതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ വലിയ ദോഷം വരുമെന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോഴുമില്ല. PJ ജോസഫ് സാർ ഇങ്ങനെ മത്സരിക്കും വേണമെങ്കിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ കണ്ടു. അത് ആ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് ജോസഫ് സാറ്. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതെന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് ആ പാർട്ടി ആലോചിക്കണമെന്ന് താങ്കൾ പറയുന്നതിലുണ്ട് ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ സമീപനം. ഓട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ രാജ്യസഭാ സീറ്റ് ഒരിക്കൽ കൊടുത്ത പ്രവർത്തകരുടെയും പാർട്ടിയുടെ പൊതു താല്പര്യത്തിൻ്റെയും ഒക്കെ അപ്പുറം നിൽക്കുന്ന ഒരു തീരുമാനം രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്തതാണല്ലോ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കൂടെ നിർത്താൻ. ഇപ്പോൾ അതൊരു പിളർപ്പിലേക്ക് പോവുക, ഒരാൾ പുറത്തേക്ക് പോവുക എന്നതുപോലെയുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് ഒരു സീറ്റ് അധികം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തമാണോ നിങ്ങളുടെ മുൻപിലുള്ളത്, അതോ മറിച്ചുള്ള ഇടപെടലാണോ? അല്ല, അവരുമായിട്ട് സംസാരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നാളെ ഉഭയകക്ഷി ചർച്ചയുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നും പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും ഇടപെടൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലാതെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ്.
കാരണം കേരള രാഷ്ട്രീയത്തിൽ ആരെ ഉപദേശിക്കാൻ കഴിവുള്ള നേതാക്കന്മാരാണ് കേരള കോൺഗ്രസിനകത്തുള്ളത്. അല്ല, ജോസഫ് വാഴക്കൻ, നിങ്ങളുടെ ഒരു അനുഭാവ സമീപനം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് നിങ്ങളൊരു അധിക സീറ്റ് കൊടുത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിലപാട് നിർണായകമാണ്. നിങ്ങളൊരു സാക്രിഫൈസിങ് മൂഡിലേക്ക് വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒപ്പം നിർത്താൻ, കെട്ടുറപ്പിന് വേണ്ടി പാർട്ടിയെ നിലനിർത്താൻ അങ്ങനെ ചെയ്യുമോ? രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ നിങ്ങളത് ചെയ്തവരാണ്, അത് ആവർത്തിക്കുമോ എന്നാണ്. അല്ല, കോൺഗ്രസ് സാക്രിഫൈസ് ചെയ്തല്ലോ. കോൺഗ്രസ് രാജ്യസഭയുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ രാജ്യസഭ കേരള കോൺഗ്രസിന് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അത് അടുത്ത 2 ഊഴവും അത് കോൺഗ്രസിനും മറ്റു ഘടകകക്ഷികൾക്കുമാണ് പിന്നീടാണ് വരാറുള്ളത്. പക്ഷേ ഞങ്ങളതിനല്ലാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ രാജ്യസഭയുടെ തുടർച്ചയായി തന്നെ അത് കൊടുത്തു. അതൊക്കെ ഈ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് മേലിലാണെങ്കിലും മുന്നണി നന്നായി പോവുക, കെട്ടുറപ്പോടെ പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കും കോൺഗ്രസ് പ്രവർത്തിക്കുക. അതിനിപ്പോൾ സീറ്റ് മാത്രം കൊടുത്തുകൊണ്ടല്ല പ്രശ്നം തീർക്കാൻ പോകുന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രീതിയിലുള്ള ഒരു പരിഹാരം അക്കാര്യത്തിൽ ഉണ്ടാവണം. അതാണ് ഞാൻ നേരത്തെ സീറ്റിന്റെ കാര്യത്തിൽ ചെയ്യേണ്ട ത്യാഗം ചെയ്തു കഴിഞ്ഞു എന്നാണ്. കഴിവുള്ളവരാണ് അവർ അക്കാര്യത്തിൽ പരിഹാരം. ജോസഫ് വാഴക്കൻ, സീറ്റിന്റെ കാര്യത്തിൽ ചെയ്യേണ്ട ത്യാഗം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് രാജ്യസഭാ സീറ്റ് വഴി ആ ത്യാഗം പൂർണ്ണമായി എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ ചർച്ച നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു ത്യാഗം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ നാളെ ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുന്നു. UDFന്റെ ഉന്നത നേതാക്കന്മാരെ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പാർട്ടിയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് അനുചിതമാണ്. ഞാൻ പറയാൻ താങ്കളിലേക്ക് ജേക്കബ് ജോർജ് നോക്കൂ, ഇവിടെ PJ ജോസഫ് വളരെ കർക്കശ സ്വഭാവം എടുക്കുന്നില്ല പലപ്പോഴും എന്ന വിമർശനം അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളുകൾ അദ്ദേഹം പലപ്പോഴും ലഘു സ്വഭാവിയായി ഇടപെടുന്നു എന്ന വിമർശനം ഉന്നയിച്ചവരാണ്. അങ്ങനെ ഒരു വലിയ കാലുഷ്യം അതിനകത്തുണ്ടായപ്പോൾ പോലും KM മാണിക്ക് ഒരു പ്രശ്നമില്ലാത്ത വിധം അദ്ദേഹത്തിനൊപ്പം PJ ജോസഫ് നിന്നു. അത്രമേൽ വലിയ കൂറ് കാട്ടിയിട്ടും അതിപ്രധാന ഘട്ടങ്ങളിലൊക്കെ മാണി വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുന്നു. ഇനി ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്നതിലേക്ക് ജോസഫ് മാറി എന്ന് താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? ജോസഫ് എന്നേ മാറിയിരിക്കുന്നു ആ നിലയ്ക്ക്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജോസഫ് സാധാരണ ഒരു മൃദുഭാഷയും മൃദുവായ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരു കർശന സ്വഭാവക്കാരനല്ല. പക്ഷേ PJ ജോസഫ് ഒരു കർശന തീരുമാനം എടുക്കുന്ന ഘട്ടത്തിലേക്ക് പോയാൽ പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ല. അതാണ് പ്രയാസം. ഇപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. കേരള കോൺഗ്രസ്സിന് രണ്ടാമത് ഒരു സീറ്റ് കിട്ടുക, ആ സീറ്റ് രണ്ടാമത്തെ സീറ്റ് ജോസഫ് വിഭാഗത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സീറ്റേ കിട്ടുന്നുള്ളൂവെങ്കിലും PJ ജോസഫിന് പ്രശ്നമില്ല, പക്ഷേ ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. കേരള കോൺഗ്രസ്സിന് രണ്ടാമതൊരു സീറ്റ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഒരു സീറ്റാണ് കേരള കോൺഗ്രസ്സിന് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ആ സീറ്റ് കേരള കോൺഗ്രസ്സിനകത്ത് PJ ജോസഫിന് കിട്ടുന്ന പ്രശ്നവുമില്ല. ഈ രണ്ടും ഒരിക്കലും തുറക്കാൻ ആവാത്ത അധ്യായമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. കോൺഗ്രസ് പാർട്ടിക്ക് പരമാവധി സീറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തന്നെ കിട്ടണം. ആ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന് രണ്ടാമതൊരു സീറ്റ് കിട്ടുകയില്ല. നേരത്തെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ രണ്ടാമതൊരു സീറ്റ് കിട്ടാൻ കേരള കോൺഗ്രസിന് വലിയ താല്പര്യമില്ല. അതായത് KM മാണിക്കും വലിയ താല്പര്യമില്ല. 2014 നമ്മളിത് കണ്ടതാണ്. അന്ന് PC ജോർജാണ് ഇതൊക്കെ എടുത്ത് പറഞ്ഞ് രണ്ടാമത് സീറ്റ് നമുക്ക് ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞു. അത് ഫ്രാൻസിസ് ജോർജിനിട്ട് വേല വെക്കാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് PJ ജോസഫിന് വേല വെക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, PJ ജോസഫ് പക്ഷേ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഇവിടെ അല്ല, അദ്ദേഹം സീറ്റിന് വേണ്ടിയല്ല നിൽക്കുന്നത്. സ്വതന്ത്രമായി ഒരു പാർട്ടിയായിട്ട് മാറാനുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് PJ ജോസഫിന്റെ വാക്കുകൾക്ക് പിന്നിൽ ഉള്ളത് എന്ന് വേണം നമുക്ക്. ജേക്കബ് ജോർജ് അങ്ങനെ ഒരു കാരണം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു പ്രതലം എവിടെയായിരിക്കുമെന്ന് താങ്കൾ ഊഹിക്കുന്നു? UDFിനകത്ത് തന്നെ അങ്ങനെ ഒരു അക്കോമഡേഷൻ കിട്ടും എന്ന് വിചാരിക്കുകയാണോ? അത്തരം ചില ഉറപ്പുകൾ അദ്ദേഹത്തിനുണ്ട്? കോൺഗ്രസിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ ആൾ താനായിരിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നാണോ? അല്ല, PJക്ക് തീർച്ചയായിട്ടും മുന്നണി വിട്ടു പോരണമെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നണി വിട്ടു പോരണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അദ്ദേഹത്തിന് 2 പാർട്ടിയാവുക. ഇനി ഒരിക്കലും കേരള കോൺഗ്രസ് മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിൽ
PJ ജോസഫിന് തുടരാനാവില്ല. അവർ തമ്മിൽ ഇത്രയൊക്കെ അകന്നു കഴിഞ്ഞു, യാതൊരു സംശയമില്ല. PJ ജോസഫ് ഒരു നിലപാട് സ്വീകരിച്ചും കഴിഞ്ഞു. അങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് മിക്കവാറും തിരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ PJ ജോസഫ് ഒരു സ്വതന്ത്ര പാർട്ടിയെ സ്വന്തം പാർട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും UDF നിൽക്കുന്നതിനോട് KM മാണി യോജിക്കില്ല. PJ ജോസഫിന് അവിടെ നിൽക്കുകയും വേണം. കാരണം PJ ജോസഫിന് ഒരു പിളർത്താനും മാത്രം പിളർത്തിയിട്ട് ഈ പാർട്ടിയായിട്ട് നിൽക്കാൻ ശേഷിയുള്ള അത്രയും MLA-മാരെ കയ്യിൽ വെക്കാൻ കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് ഇപ്പോൾ PJ ജോസഫും മോൻസ് ജോസഫുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. CF തോമസിനെ കൂടെ കിട്ടും എന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ അവസാനം പിളർപ്പിൻ്റെയൊക്കെ ഒരു ഘട്ടം എത്തുമ്പോൾ CF എത്ര കണ്ട് കൂടെ നിൽക്കും എന്നുള്ള കാര്യം സംശയമാണ്. 6 അംഗ MLA-മാരുള്ള കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഒഴിവാക്കണം. പിളർപ്പ് അംഗീകൃത പിളർപ്പാകണമെങ്കിൽ കുറഞ്ഞത് ഒരു 4 പേരെങ്കിലും വേണം ഒരു വശത്ത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും PJ ജോസഫിന് ഭൂരിപക്ഷമില്ലെങ്കിൽ, അത്ര കണ്ട് സീറ്റ് കിട്ടുന്നില്ല, MLA-മാർ കൂടെ ഇല്ലെങ്കിൽ PJ ജോസഫിന് UDF വിട്ട് ഇടതുപക്ഷത്തേക്ക് പോരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഉണ്ടല്ലോ, അവരൊക്കെ കൈനീട്ടി സ്വീകരിക്കാനിരിക്കുകയാണ് എങ്കിൽ പോലും PJ ജോസഫിന് ഈ 2 MLA-മാർ അല്ലെങ്കിൽ 3 MLA-മാരുമായിട്ട് വരാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടും കൂടിയാണ് അദ്ദേഹം മുന്നണിയിൽ തന്നെ നിൽക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നത്. അതിന് കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ അവർ ജോസഫ് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോസഫ് വാഴക്കൻ, അങ്ങനെ രണ്ടായി മാറുകി 2 പാർട്ടികളായി മുന്നണിക്കകത്ത് നിൽക്കുക എന്ന ഒരു സാധ്യതയെ കോൺഗ്രസ് കാണുന്നുണ്ടോ? ഒരു പരിഹാര ഫോർമുല എന്ന നിലയ്ക്ക് അത്തരമൊന്നിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുമോ? ഞങ്ങളൊരു കക്ഷിയും പിളർത്താനായിട്ടൊന്നും മുന്നോട്ടിറങ്ങില്ല. പ്രത്യേകിച്ച് UDF-ലെ എല്ലാ കക്ഷികളും കെട്ടുറപ്പോടുകൂടി വളരെ സഹവർത്തിത്വത്തോടുകൂടി കഴിയണമെന്ന് തന്നെയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ. ഞങ്ങളൊരു ഏതെങ്കിലും മുന്നണിയെ പിളർത്തി അത് 2 ആക്കി നിർത്തി 2 പേരെ മുന്നണി നിർത്തി അങ്ങനെ ഒരു നീക്കമൊക്കെ കോൺഗ്രസ് ആലോചിക്കാറേ ഇല്ല, അങ്ങനെ ആലോചിക്കുന്നുമില്ല. അതിനകത്ത് ഇപ്പോൾ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടാറുണ്ട്. അതിൻ്റെ ചർച്ചയുടെ വേദിയിൽ വെച്ച് അത് അതിൻ്റെ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ഇതും അതുപോലെയുള്ള ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ വരും. കേരള കോൺഗ്രസിനകത്തൊരു പിളർപ്പ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പുറത്തു കളയാൻ മറ്റു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരത് തീർക്കാനുള്ള ഫോർമുലകൾ അവർക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അതവരുണ്ടാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുക. ഇത് ഞങ്ങളുടെ ഒരു സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. മറ്റുള്ള പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എങ്ങനെയാണ് പുറത്തുനിന്ന്? KJ ദേവസ്യ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇന്നിപ്പോ ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി UDF കൺവീനർ പറയുന്നത് കോൺഗ്രസ് പരമാവധി സ്വയമേവ ശക്തിപ്പെടാൻ ഞങ്ങൾ നോക്കുകയാണ്, സമാഹരിക്കാൻ പരമാവധി സീറ്റുകൾ. രമേശ് ചെന്നിത്തല പറയുന്നത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചോളുമെന്നാണ്. ആഭ്യന്തര പ്രശ്നങ്ങളായേ അവരതിനെ കാണുന്നുള്ളൂ. ഒരു പാർട്ടി ഏകകണ്ഠമായി 2 സീറ്റിന് വേണ്ടി വളരെ സുശക്തമായി നിലകൊള്ളുന്നു എന്ന നിലയിൽ അവരതിനെ എടുത്തിട്ട് പോലുമില്ല. അതങ്ങനെ അവരെടുക്കൂ, നാട്ടുകാരും എടുക്കൂ. കാരണം മാണിയും മാണിയുടെ മകനും ഒക്കെ പറയുന്നതെല്ലാം ആ കാര്യത്തിൽ വളരെ ലൈറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ജോസഫ് മാത്രമാണ് ആ കാര്യത്തിൽ വളരെ കുറച്ചുകൂടി ഒരു കാർക്കശ്യമുള്ള സമീപനം എടുക്കുന്നത്. നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല എന്നാണ് അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന് അക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച കഴിയില്ല. നേരത്തെ തന്നെ ജോസഫ് വാഴക്കൻ പറഞ്ഞ പോലെ ത്യാഗം പൂർണ്ണമായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും തെളിച്ചു പറഞ്ഞില്ലെങ്കിൽ കൂടി ഓൾറെഡി ഒരു ത്യാഗം, ആഭ്യന്തരമായ എല്ലാ സംഘർഷങ്ങളെയും മറികടന്ന് കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനി ആഭ്യന്തരമായി പരിഹരിക്കണം. അതെങ്ങനെയാവും ഉണ്ടാവുക? അല്ല, അത് അവർ പറഞ്ഞതെല്ലാം ശരിയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരാവശ്യപ്പെട്ടാലാകാം, ആവശ്യപ്പെടാത്തിടത്തോളം കാലം വേറൊരു പാർട്ടി ഇടപെടുക എന്ന് പറയുന്നത് ഒരു ന്യായീകരണമില്ലാത്ത നടപടിയാണ്. അതിവിടെ ചെയ്തിട്ടില്ല. അവർ വീണ്ടും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. സ്വമേധയാ വളരണമെന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്, ശരിയുമാണത്. ശരിയായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ നമ്മൾ ഖണ്ഡിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേരള കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ രൂക്ഷമായ ഒരു ആഭ്യന്തര പ്രശ്നം ഇല്ല. കാരണം 2 സീറ്റ് ചോദിച്ചു എന്ന് പറയുന്നത് ഒരു ന്യായമായ ഡിമാൻഡാണ്. 2 സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ, KM മാണിയും KM മാണിയുടെ മകൻ ജോസ് കെ മാണിയും അല്ലാത്ത പല ആളുകളും MP-മാരായിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ട്. അതുകൊണ്ട് മാണി സാർ എടുക്കുന്ന അല്ലെ ജോസ് കെ മാണി എടുക്കുന്ന അഭിപ്രായങ്ങൾ
തീരുമാനങ്ങൾ മാത്രമാണ് എന്നൊന്നുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറ് ആ നിലയിൽ പറഞ്ഞതായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ ബഹുമാനായ ശ്രീ ജോസഫ് വാഴയ്ക്കൽ സൂചിപ്പിച്ചതുപോലെ വളരെ പരിണതപ്രജ്ഞരായ നേതാക്കന്മാർ അവർ തന്നെ ഈ കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ പരിഹരിക്കും. സാധാരണ യുക്തി ഉപയോഗിച്ച് പരിശോധിച്ചാൽ കെ ജെ ദേവസ്യ നിങ്ങളുടെ കയ്യിൽ കോട്ടയം ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അധികമായി രാജ്യസഭാ സീറ്റ് ഒരെണ്ണം കൂടി കിട്ടുന്നു. അപ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിച്ച് നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്ന രാഷ്ട്രീയ ബുദ്ധിയാണല്ലോ സാമാന്യ നിലയിൽ ഉപയോഗിക്കേണ്ടത്. അതും ജോസ് കെ മാണി തന്നെ കൈവശം വെക്കുന്നു. കോട്ടയത്തെ നിങ്ങൾ അനാഥമാക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടിപ്പോ അതും കൊടുക്കില്ല ഇതും കൊടുക്കില്ല എന്ന നില സ്വീകരിക്കാൻ പാടില്ല. പി ജെ ജോസഫിനെ പോലെയുള്ള ഒരാൾ ആ കാര്യത്തിൽ ഒരു പരിഗണന വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അനുഭവം സത്യത്തിൽ വേണ്ടതല്ലേ? അങ്ങനെയല്ലേ ഒരു തീരുമാനമെടുത്ത് പോവുക, മുന്നണിക്കകത്തൊരു പ്രശ്നം ഉണ്ടാക്കാതെ, കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കാതെ. നിങ്ങൾ ഏകപക്ഷി പറയണ്ട. അതായത് രാജ്യസഭാ മെമ്പറായിരുന്നു ജോയി എബ്രഹാം. ആ രാജ്യസഭാ മെമ്പർ രണ്ടുപേരും ഒരേപോലെ ഒഴിവ് വന്നപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ മെമ്പർ ജോയി എബ്രഹാം എന്നതിന് പകരം ജോസ് കെ മാണി ആയി എന്ന് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് നിങ്ങൾക്ക് തരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല മുന്നണിക്കകത്ത്. അതൊരു ത്യാഗം എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്. അതാണ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞത്. മുന്നണിയിൽ പ്ലാൻ ഇല്ല എങ്കിൽ തരില്ലല്ലോ. അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അതിന് ആ പാർട്ടിയുടെയും ആഭ്യന്തരമായ പല കാരണങ്ങളും ഉണ്ടാവാം, ഒരുപക്ഷെ ഉണ്ടാവാതിരിക്കാം. അത് ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമില്ല. അർഹതപ്പെട്ട ഒരു സീറ്റ് രാജ്യസഭയിൽ കേരള കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അതുപോലെ തന്നെ ലോക്സഭയുടെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. 2 സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഒരു മുന്നണി ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയണം. 2 or 3 പ്രാവശ്യം ഇപ്പോൾ നാളെ നടക്കുന്ന ചർച്ചയിൽ പരിഹരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും 2 സീറ്റാണ് എങ്കിൽ വളരെ നല്ല നിലയിൽ അത് പരിഹരിക്കപ്പെടുന്നു. ഇനി പി ജെ ജോസഫ് സാറ് പറഞ്ഞ കേസും പരിഹരിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങളെല്ലാം ഇന്ന് ഈ പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിക്കകത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷിയോ ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ദോഷമായിട്ട് ചെയ്യുന്നുമില്ല. ഓക്കെ, ഫ്രാൻസിസ് ജോർജ്, ഇവിടെ 2ആയി മാറിയ ശേഷം എവിടെ ജോസഫ് നിൽക്കുമെന്നതിനെ ചൊല്ലിയുള്ള സാധ്യതകളാണല്ലോ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങോട്ടേക്ക് വരുമെന്നുള്ള വിചാരത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രതീക്ഷയോടെ നിങ്ങൾ വാതിലുകൾ തുറന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഞങ്ങളങ്ങനെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവിടെ തുടരാൻ ബുദ്ധിമുട്ട് വന്ന അദ്ദേഹം ഞങ്ങളുമായി സഹകരിക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ അതിനോടൊരു നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ പാർട്ടി പിളരണമെന്നോ അദ്ദേഹം വേറിട്ട് പോകണമെന്നോ മുന്നണി വിടണമെന്നോ ഒന്നും ഞങ്ങൾ അങ്ങനെയൊന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നിലപാട് അദ്ദേഹത്തിന് എടുക്കാം. പക്ഷേ ആ പാർട്ടിയെക്കുറിച്ച് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാരേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ശ്രീ ദേവസ്യ പോലെയോ മറ്റുള്ളവരെ പോലെയോ ഒക്കെ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇനി അതിൽ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറിച്ചൊരു നിലപാടെടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടു പോകുന്ന കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഏതാണ്ട് 20 വർഷത്തിലേറെ കാലം 2 പതിറ്റാണ്ടിലേറെ കാലം LDFിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളൊക്കെ LDFിൽ പ്രവർത്തിച്ചത്. LDFിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ശ്രീ നയനാരുടെ മന്ത്രിസഭയിലും അതുപോലെ തന്നെ ശ്രീ VSൻ്റെ മന്ത്രിസഭയിലും ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഭവന നിർമ്മാണ രംഗത്തും ഒക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് LDFിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് LDFുമായി നല്ലൊരു ബന്ധം, ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്ന ആളാണ്. ആ നിലയിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അദ്ദേഹം മറിച്ചൊരു നിലപാട് സ്വീകരിച്ചാൽ LDF അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി സഹകരിക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മാത്രമേ ഫ്രാൻസിസ് ജോർജ് നേരത്തെ ജേക്കബ് ജോർജ് കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള കോപ്പുകുട്ടലായി ഇതിനെ കാണുന്നുണ്ടോ? അതോ മാണിയുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്ന് ഏറെക്കാലം കൊണ്ട് ബോധ്യപ്പെട്ടതിന് ഒരു കാരണം സൃഷ്ടിക്കുകയാണ്? തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അക്കാര്യത്തിലുള്ള വിഘടിച്ചു പോകൽ ഉണ്ടാവുക. അത് ഈ പൊതു തെരഞ്ഞെടുപ്പുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല എന്നാണോ താങ്കളും കാണുന്നത്? അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം വിട്ടുപോവുക, വേറെ മുന്നണിയിലേക്ക് പോവുക, അകത്ത് തന്നെ ഉണ്ടാവുക എന്നത് ഒരുപക്ഷെ ഉണ്ടായേക്കില്ല എന്നാണോ? അല്ല, എനിക്കതേക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഇനി കേരള കോൺഗ്രസ് എം എന്നുള്ള പാർട്ടിയിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് എനിക്ക് അതേക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. കാരണം
അദ്ദേഹം ഇനി വേറിട്ട് ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒരു മത്സരിക്കാനൊരു സീറ്റ് കിട്ടുക എന്നുള്ളതോ അതല്ലെങ്കിൽ വേറിട്ട് ഒരു പ്രത്യേക കക്ഷിയായും ആ മുന്നണിയിൽ തന്നെ തുടരാൻ കഴിയുക എന്നുള്ള കാര്യത്തിലൊന്നും ഈ മാണി സാറ് ശ്രീ കെ എം മാണി, ജോസ് കെ മാണി, അച്യുതണ്ട് ഒരു കാരണവശാലും അതൊന്നും അംഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞാൻ വളരെ കൃത്യമായി ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവ് വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പി ജെ ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ഇത്രയും ഒരു എക്സ്ട്രീം നിലപാടെടുത്തതിന് ശേഷം ആ നിലപാടിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ. മറിച്ച് അദ്ദേഹത്തിന് മുന്നിലുള്ള ഓപ്ഷൻസ് എന്താണ്, സാധ്യതകൾ എന്താണ്? ആ സാധ്യതകൾ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യവും എന്താണെങ്കിലും ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വം, ജോസഫ് സാറ് ഒഴിച്ചുള്ള നേതൃത്വം, അവരത് അംഗീകരിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക് എത്തും. അദ്ദേഹത്തിനൊരു നിലപാടെടുക്കേണ്ടി വരും. നിലപാടെടുക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം എടുക്കട്ടെ നിലപാട്. അങ്ങനെയൊക്കെ ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അദ്ദേഹം ചെന്നുപെടണമെന്നോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയോ പറയുകയോ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ വസ്തുതകളെ ഞങ്ങളുടെ അറിവ് വെച്ച്, പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് വിലയിരുത്തി ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ശ്രീ ജേക്കബ് ജോർജ്. ഇനിയിപ്പോൾ എന്തായാലും ഒരുമിച്ച് പോവുക സാധ്യമല്ല. ഒന്നായി മാറിയെന്ന് പറയുമ്പോഴും അതൊരു കോൺഫെഡറേഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. അതൊരിക്കലും ഇഴുകിച്ചേരുക സാധ്യവുമല്ല. പോകാൻ തീരുമാനമെടുത്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അതിനകത്ത് ഒരു സീറ്റ് വേണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചതോടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം ജോസഫിൻ്റെതായി മാറിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അതിനെ വെട്ടാൻ മാണി കോട്ടയത്ത് മത്സരിക്കുക പോലെയുള്ള അധിക ബുദ്ധിയും പ്രതീക്ഷിക്കണോ എന്ന്? അതോ ജോസഫ് പോകുന്നെങ്കിൽ പോട്ടെ, ജോസ് മോൻ കൂടുതൽ കംഫർട്ടബിൾ ആവട്ടെ എന്ന നിലയിലേക്കായിരിക്കുമോ മാണിയുടെ നീക്കം? അതത്രമേ ഉള്ളൂ. കാരണം കെ എം മാണിക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയം പിടിയിൽ വെച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യം. അത് അദ്ദേഹം ഒരിക്കലും വിട്ടുകളയല്ല ആ താല്പര്യം. ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിൻ്റെ അകത്ത് അല്പമൊക്കെ തല പൊക്കാനാണ് പി ജെ ജോസഫ് ശ്രമിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ കോട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ നിഷാദ്, നമ്മൾ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടല്ലോ, നമ്മൾ ഈ വൃദ്ധ നേതൃത്വം എന്നൊക്കെ പറയും, പക്ഷേ കാഞ്ഞ ബുദ്ധിയുള്ള നേതാക്കന്മാരാണ്. ആ കോട്ടയം ഇങ്ങനെ നോക്കിക്കേ, ജോസ് കെ മാണി അവിടെ നിന്ന് ഒഴിവാക്കിയത് കണ്ടോ? എന്ത് വിദഗ്ധമായി, എന്ത് ഈസിയായി ആണ് ജോസ് കെ മാണിയെ കോട്ടയത്തുനിന്ന് മാറ്റി അങ്ങോട്ട് വെച്ചത്. ജോസ് കെ മാണി പോലും അറിഞ്ഞില്ല. ഏതാണ്ട് വലിയ സംഭവമായിട്ടാണ് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിയുടെ കൈവെള്ളയിലോട്ട് വെച്ച് കൊടുത്തത്. ജോസ് കെ മാണി മതിമറന്നു പോയില്ലേ? കെ എം മാണി മതിമറന്നു പോയി. ഇന്നിപ്പോൾ കോട്ടയത്ത് നാളെ കോൺഗ്രസ് പിടിമുറുക്കുകയില്ല എന്ന് ആര് പറഞ്ഞു? അതാണ് രസം. എന്ത് രസമാണ്. അന്ന് ഇത് കളിച്ച കോൺഗ്രസ് നേതൃത്വം, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ, ഒന്നാമത്തെ കാര്യം കോൺഗ്രസിനകത്ത് വലിയൊരു അട്ടിമറി നടത്തി പി ജെ കുര്യനെ അങ്ങോട്ട് മാറ്റിവെച്ചു. പി ജെ കുര്യൻ ഇപ്പം എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. തിരുവല്ലയിലോ അവിടെ എവിടെയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പി ജെ കുര്യൻ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ രാഷ്ട്രീയം അവിടെ തീർന്നു. ഇവിടെ ജോസ് കെ മാണി കോട്ടയത്ത് നല്ല സുഖമായിട്ട് ജയിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ അവിടുത്തെ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഒന്നാമത്തെ 1 ലക്ഷത്തിലേറെ വോട്ടായിരുന്നു ഭൂരിപക്ഷം. അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് മാറ്റി. അപ്പോൾ ഇനി കോട്ടയം കേരള കോൺഗ്രസിന് തന്നെ കിട്ടും എന്ന് വല്ല ഉറപ്പുണ്ടോ? എനിക്കതിൽ ഉറപ്പില്ല. അവർ ഉഭയകക്ഷിയൊക്കെ ചർച്ച നടത്തട്ടെ. അപ്പം കോട്ടയം കോൺഗ്രസ് എടുക്കുകയും കേരള കോൺഗ്രസിന് ഇടുക്കിയോ വല്ലതും കൊടുക്കുകയും ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അല്ല, അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ കാര്യത്തിൽ ചേർന്ന് പോകണമെന്ന ഒരു ആഗ്രഹം ഇനി കെ എം മാണിക്കുമില്ല. ലയനം കൊണ്ട് എനിക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേഗത്തിൽ ഉത്തരം പറയാൻ അദ്ദേഹത്തിനൊരു മടിയും ഉണ്ടായില്ല. അതുകൊണ്ട് ജോസഫ് പിളരുന്നെങ്കിൽ പിളരട്ടെ എന്ന നില മാണി എടുക്കും എന്ന് താങ്കൾ കാണുന്നുണ്ടോ? പിന്നെ ഇടുക്കി മത്സരിക്കാനാണ് കോൺഗ്രസ് തരുന്നതെങ്കിൽ അവിടെ ക്ലെയിം കൂടുതൽ സത്യത്തിൽ ജോസഫിനല്ലേ? ആ പ്രശ്നവും മാണിയെ ഉലയ്ക്കുമല്ലോ. അല്ല, മാണി തീരുമാനം എടുക്കുമോ എന്നല്ല ചോദിക്കേണ്ടത്. മാണി തീരുമാനം എടുത്തു കഴിഞ്ഞു. അതല്ലേ, അത് ഫ്രാൻസിസ് ജോർജിന് നന്നായിട്ടറിയാം നമ്മളെക്കാട്ടിലൊക്കെ. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് ഉരുത്തിരിയുന്നത് എന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ഇതൊക്കെ തീരുമാനങ്ങളും തിരക്കഥയുമൊക്കെ എഴുതിയ ശേഷം അതനുസരിച്ച് കാര്യങ്ങൾ ഈ പ്രസ്താവനകൾ നടക്കുന്നു, നടപടികൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കെ എം മാണിയും പി ജെ ജോസഫും 2 പാർട്ടികളായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി MLA-മാർ അവിടെ എവിടെ ഒക്കെ നിൽക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ. അതുകൊണ്ട് കെ എം മാണിക്ക് ഇനിയും പി ജെ ജോസഫിനെയും വേണ്ട,
PJ ജോസഫിനെ KM മാണിയെയും വേണ്ട, ആ ഒരു തീരുമാനം ഏറെക്കുറെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജോസഫ് വാഴക്കൻ, ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് വേണമോ? ഒരേ പ്രതലത്തിൽ ഒരേ പ്ലാറ്റ്ഫോമിൽ ഇനി കിട്ടുക പ്രയാസമാണെന്ന് പറയുന്നു അവരുമായി വളരെ അടുത്ത് നിൽക്കുന്ന രണ്ടാളുകൾ. എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? ഒരുമിച്ച് പോവുക അവർക്ക് ഇനി പ്രയാസമായിരിക്കുമെന്ന് തന്നെയാണല്ലോ നമുക്കൊരു വായനയിൽ നിന്ന് മനസ്സിലാവുക. എങ്ങനെ ചേർത്ത് നിർത്തും? നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സാക്രിഫൈസ് ഇനി ചെയ്യാൻ കഴിയുകയുമില്ല സീറ്റ് കൊണ്ട്. പിന്നെ ചെയ്യാൻ കഴിയുന്ന രണ്ട് എൻറ്റിറ്റികളായി, രണ്ട് പാർട്ടികളായി അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നതാണ്. അതിന് കഴിയുമോ നിങ്ങൾക്ക്? രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരിക്കലും അടുക്കാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ എത്ര കക്ഷികളെയാ, പിണറായി വിജയനെ തന്നെ പേര് പറയാൻ പറ്റുന്നില്ല അവരെല്ലാവരുടെയും പേര്. അപ്പം അങ്ങനെ എത്രയോ കക്ഷികളാണ്. ഇന്നിപ്പം പിണറായി വിജയനും 4-5 പേരും കൂടെ ഒന്നിച്ച് മന്ത്രിമാരും കൂടെ കൂടി കണിച്ചുകുളങ്ങര പോയി. എന്തായിരുന്നു ആ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് എന്തൊക്കെ പുലഭ്യ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഇപ്പം ഇന്ന് പോയിരിക്കുക 5 പേരുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർക്കറിയാം അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നുവെന്ന്. അപ്പോൾ പിന്നെ ഏതു മാർഗവും മുട്ടിലെഴയാൻ പറഞ്ഞാൽ എഴയും. പിണറായി വിജയൻ ഡബിൾ ചങ്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചിറക്കാകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ വരെയുള്ള എല്ലാ പ്രഖ്യാപിത നയങ്ങളും അദ്ദേഹത്തിന്റെ ആ ഗർവും എല്ലാം കളഞ്ഞ് എല്ലാ ഇതുപോലെയുള്ള സാമുദായിക നേതാക്കന്മാരുടെ വീടുകൾ സന്ദർശിക്കാനും അവരുടെ സഹായം അഭ്യർത്ഥിക്കാനും ഒക്കെ അദ്ദേഹം മന്ത്രിമാരെയും കൂട്ടി വലിയ പരിവാരമായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തുമാത്രം ഒരു ഗതികേടിൽ എത്തിയിരിക്കുന്നു എന്നറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കേരള കോൺഗ്രസ്സുകാർ ചേട്ടനും അനിയനുമായി നിൽക്കുന്ന 2 പേരാണ് KM മാണിയും PJ ജോസഫും. അവർക്ക് തമ്മിൽ അങ്ങനെ അടുക്കാൻ മേലാത്ത പോലെ ഒന്നും അകന്നൊന്നും പോവില്ല. അവർക്ക് ചില ഡിമാൻഡുകൾ, ചിലപ്പോൾ ചില നിലപാടുകളൊക്കെ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങളിലാവാം, ചിലപ്പോൾ പുറത്തുള്ളതാവാം, ചില നിലപാടുകളൊക്കെ ഉണ്ടാകാം. ആ നിലപാടുകളൊക്കെ അവരൊന്നിച്ചിരുന്ന് സംസാരിക്കും. UDF ഇനി മറ്റേതെങ്കിലും കക്ഷികൾ അവരെ സഹായിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവരാവശ്യപ്പെട്ടാൽ അതും ഉണ്ടാകും. അതൊക്കെ സംസാരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ നാളെയും മറ്റന്നാളുമായിട്ട് തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. UDF ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, UDF ഒരു ദോഷവും വരില്ല. UDF ശക്തമായി തന്നെ ഇവരുടെ എല്ലാം പിന്തുണയോടെ മുന്നോട്ട് പോകും. ഓക്കെ, ഫ്രാൻസിസ് ജോർജ്, ഒരു കാര്യം കൂടി. അതായത് ഇപ്പോൾ നിങ്ങൾ PJ ജോസഫുമായി വഴിപിരിഞ്ഞവരാണ്, പക്ഷേ ശത്രുതയിൽ പിരിഞ്ഞവരല്ല. നല്ല ഹൃദയബന്ധം ഇപ്പോഴും ബാക്കിയുള്ളവരാണ്. ജോസഫ് സാർ വരുന്നുവെങ്കിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വിശാല സമീപനം പ്രഖ്യാപിച്ചവരാണ്. അതുകൊണ്ട് താങ്കൾ PJ ജോസഫിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഒരു പെരിഫറലായ ഉപരിപ്ലവമായ ഒരു അഭിപ്രായപ്പെടണമെന്ന നിലയ്ക്ക് എടുക്കാൻ കഴിയില്ല. അത് സാധ്യതയുള്ള, പ്രയോഗ സാധ്യതയുള്ള ഒന്ന് എന്ന നിലയ്ക്ക് തന്നെയാണ് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് KM മാണിയുമായും UDFുമായും ബന്ധം വിച്ഛേദിച്ച് ജോസഫ് സാറിന് പുറത്തിറങ്ങേണ്ടി നിൽക്കേണ്ടി വരും. കാരണം ജോസ് കെ മാണി അധ്യക്ഷനാവുന്നതും ജോസ് കെ മാണിക്ക് മുകളിൽ പോകാൻ സാധ്യതയുള്ള ഒരു പദവിയും കിട്ടാതിരിക്കുകയും ചെയ്യുക എന്നത് അവിടെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ജോസഫിന് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണോ നിങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നത്? ഇല്ല, നിഷാദ് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനിനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ, നിഷാദ് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ശ്രീ PJ ജോസഫിനെ പോലെ മുതിർന്ന ഒരു നേതാവിന് അതിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഊഹിക്കാൻ കഴിയുമല്ലോ. ഞാനതാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പം ഞങ്ങൾ 2 കക്ഷിയായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹവുമായി ഒത്തൊരുമിച്ചാണ് ഞങ്ങൾ ഇത്രയും കാലം, ദീർഘകാലം, ഏതാണ്ട് 3-3.5 പതിറ്റാണ്ട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബന്ധവും ഊഷ്മളതയൊക്കെ ഞങ്ങൾ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ശ്രീ KM മാണിയും കൂട്ടരും എടുത്ത പല നിലപാടുകളോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സംഘടനയ്ക്കകത്ത് തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് അങ്ങനെയൊന്നുമുള്ള സംഘടനാപരമായിട്ടുള്ള ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഒരു സഹവർത്തിത്വത്തിലൂടെയോ ഒന്നും ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അത് തികച്ചും വ്യക്തി കേന്ദ്രീകൃതമായോ അല്ലെങ്കിൽ ഒരു കുടുംബ കേന്ദ്രീകൃതമായോ ഒക്കെ പോകുന്ന ഒരു സംവിധാനമാണ്. അതിന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ഞങ്ങൾ അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെന്തോ വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ പറയുന്നു, ഞങ്ങൾ എന്താ പറയുക, സ്വാർത്ഥ മോഹത്തിൻ്റെ പേരിൽ പറയുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ട്. ആ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഇന്ന് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അല്പം വൈകിയാണെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. ഞങ്ങളെടുത്ത നിലപാട് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം, ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ തുടരുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും.
ഏറ്റവും പ്രയാസകരമായിരിക്കും അദ്ദേഹത്തിന് അവിടെ തുടർന്ന് പോവുക എന്നാണ്. ശ്രീ കെ ജെ ദേവസ്യ, ഇവിടെ ഇപ്പോൾ എന്തായാലും പി ജെ ജോസഫ് തനിക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു. അദ്ദേഹം ഒരു സമവായത്തിന്റെ പാത സ്വീകരിക്കുന്നില്ല. വളരെ ദൃഢമായ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിപ്പോൾ നിങ്ങളുടെ ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ കാര്യത്തിലുള്ള ഭിന്നാഭിപ്രായം അദ്ദേഹം പറയുന്നു. അദ്ദേഹം വേറെ തന്നെ പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിക്കുന്നു. സമാപന ദിവസം അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. തുടങ്ങിയിട്ടുള്ള വിയോജിപ്പുകൾ അദ്ദേഹം നിരന്തരമായി പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കാൻ വേണമെങ്കിൽ പി ജെ ജോസഫിനെ കോട്ടയത്ത് മത്സരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിപ്പിച്ചാലേ ഈ പ്രശ്നം പരിഹരിക്കൂ എന്നതാണെങ്കിൽ, അദ്ദേഹത്തിന് തൃപ്തിയാവൂ എന്നതാണെങ്കിൽ അങ്ങനെ മത്സരിപ്പിക്കുമെന്ന് ഈ പാർട്ടി പറയുമോ ഇപ്പോൾ? അതായത് സീറ്റ് ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതുമായി ബന്ധപ്പെട്ട പാർട്ടി ഘടകം ഒരുമിച്ച് ചെയ്യാവുന്നൊരു തീരുമാനമെടുക്കുമ്പോൾ പറയേണ്ട കാര്യം എനിക്ക് മുൻപേ പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. പിന്നെ മറ്റ് കാര്യങ്ങൾ, സംഘടനാപരമായിട്ടുള്ള കേരള യാത്ര അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായും 2 ദിവസം ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത് തീരുമാനം. ആ തീരുമാനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായൊരു വിയോജിപ്പൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പതാക കൈമാറിയത് ശ്രീ പി ജെ ജോസഫാണ്. തൊടുപുഴയിൽ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. കടുത്തുരുത്തി ആ പരിപാടി വരുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സമാപന ദിവസം അദ്ദേഹത്തിന് വിദേശത്ത് പോകേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെ തലേ ദിവസം കൊല്ലത്ത് വന്ന് പരിപാടിയിൽ പങ്കെടുത്ത് എന്താണ് നാളെ ഞാൻ വരാത്തതിൻ്റെ കാരണമെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയിൽ വളരെ സഹകരിച്ചു പോകുന്ന നടപടികളാണ് പി ജെ ജോസഫിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. മറ്റ് വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി ജോസഫ് പാഴക്കൻ, ഒറ്റ കാര്യം കൂടി നേരത്തെ സി ജേക്കബ് ജോർജ് പറഞ്ഞതിൽ നിന്ന്, കോട്ടയം ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. അവിടെ MP ഇല്ല എങ്കിൽ കൂടി അക്കാര്യത്തിൽ അനിശ്ചിതത്വമൊന്നും ബാക്കിയില്ലല്ലോ അല്ലേ സി ജോസഫ് പാഴക്കൻ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നാളെയല്ലേ ചർച്ച ചെയ്യേണ്ടത്. നാളെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഫൈനലായിട്ടുള്ള അഭിപ്രായം പറയുന്നത് അല്ല. ഞാൻ ചോദിക്കുന്നത് കോട്ടയം അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള അധിക സീറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ചയുള്ളൂ എന്നാണ്. അതിലാണ് തീരുമാനം വരാൻ പോകുന്നത്. കോട്ടയത്തിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അതോ അത്തരം മാറ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കപ്പെട്ടേക്കാമെന്നാണോ? അല്ല, നാളെ ചർച്ചയല്ലേ. നാളെ ചർച്ചയ്ക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് സഹകരണമാണ് ആവശ്യമുള്ളത്, കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിനൊക്കെ സഹായിച്ചു വന്നിരിക്കും. സഹായം എന്നതിനപ്പുറത്തേക്ക് കോട്ടയം എന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സീറ്റായി മാറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ സീറ്റും ഞങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റാണ്. പക്ഷേ ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. ഘടകകക്ഷികൾക്ക് അതിൻ്റെ സീറ്റെന്നൊന്നും കോൺഗ്രസിന് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. കോൺഗ്രസിന് കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാൻ കഴിയും. അതിനുള്ള സംഘടനാ സംവിധാനം. അതുകൊണ്ട് തന്നെ ജോസഫ് പാഴക്കൻ, സി ഫ്രാൻസിസ് ജോർജ്, സി കെ ജെ ദേവസ്യ, സി ജേക്കബ് ജോർജ് ഈ ചർച്ചയുടെ ഭാഗമായതിന് നിങ്ങളുടെ നിലപാടുകൾ പങ്കുവച്ചതിന്